SBI വളാഞ്ചേരി ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന സ്ഥലം സൗകര്യം പോരാ എന്നുള്ളതാണ് ജനങ്ങളുടെ അഭിപ്രായം ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇങ്ങോട്ട് ഈ പുതിയ ബിൽഡിങ്ങിലേക്ക് സ്ഥലം മാറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇവിടെ നല്ല സൗകര്യം വന്നപ്പോൾ കണ്ടപ്പോൾ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്, വളരെ സൗകര്യമാണ്. ഈ സൗകര്യം മാത്രം പോരാ എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക്, സാധാരണ ജനങ്ങളും അല്ലാത്തൊരു എല്ലാ വിഭാഗം ജനങ്ങളും ബന്ധപ്പെടുന്ന ഒരു സ്ഥാപനമാണ് SBI വളാഞ്ചേരി. ഒരൊറ്റ ശാഖയുള്ളൂ ഈ നമ്മുടെ ഇരുമ്പിളി ഈ മേഖലയിലുള്ളത്. അപ്പോൾ എന്താ പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള സ്റ്റാഫും കൂടി ഇവിടെ ഉണ്ടാവണം എന്നുള്ളതാണ്. അതായത് ജനങ്ങളെ കുറേ നേരം ഇവിടെ ഇരുത്തേണ്ട ഒരു അവസരം ഉണ്ടാക്കാതെ നമ്മൾ എന്തിരിക്കണം, ഇവിടെ സ്റ്റാഫ് എല്ലാത്തിനും എന്ത് ആവശ്യത്തിന് വന്നാലും പെട്ടെന്ന് നിർവഹിച്ച് പോകാനുള്ള ഒരു അവസരം ഉണ്ടാകണം. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരുപാട് മേഖലകൾ സന്ധിക്കുന്നൊരു സ്ഥലമായതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. കുറച്ച് സമയം, കുറച്ചല്ല പല സമയത്തും വരുമ്പോൾ ഇങ്ങനെ ജനങ്ങളുടെ തിരക്ക് ആധിക്യം കാരണം നമ്മുടെ സർവീസ് വേണ്ടത്ര കിട്ടാതെ വരുന്ന ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം. അപ്പോൾ സ്റ്റാഫും കൂടി അതിൽ കൂടുതൽ വേണം, അതാണ് എൻ്റെ അഭിപ്രായം. പാർക്കിംഗ് സൗകര്യം ഇപ്പോൾ അവിടെ തീരെ പാർക്കിംഗ് സൗകര്യം ഉണ്ടായിട്ടില്ല. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നിടത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ കുറച്ചും കൂടി ഒരു വിശാലത കാണുന്നുണ്ട്. അത് ഉപയോഗപ്പെടുത്താം എന്ന് പ്രതീക്ഷിക്കാം. എത്രമാത്രം ആളുകളുടെ ആധിക്യം വരുന്ന അതിനനുസരിച്ചാണല്ലോ. എല്ലാവിധ ആശംസകളും ഈ SBIൻ്റെ ഈ പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റത്തിനുള്ള ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ വളാഞ്ചേരി SBI ശാഖ മാന്യ ഇടപാടുകാരുടെ സൗകര്യം മാനിച്ച് വളരെ സൗകര്യപ്രദമായ രീതിയിൽ ഇവിടെ വിശാലമായ ഒരു കെട്ടിടത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നടക്കാനിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട MLAയുടെ മഹനീയ കരങ്ങളാൽ ഇവിടെ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ്. എന്തുകൊണ്ടും ഇത് എല്ലാ ഗുണഭോക്താക്കൾക്കും വളരെ സൗകര്യപ്രദമാണ്. ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിലാകട്ടെ എന്ന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. എന്തുകൊണ്ടും വളരെയധികം സൗകര്യപ്രദമായ രീതിയിലാണ് ഇവിടെ ഇത് സജ്ജീകരിച്ചിട്ടുള്ളത്. വളാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കസ്റ്റമറുള്ള ഒരു ബാങ്കായിട്ടാണ് വളാഞ്ചേരി SBI പ്രവർത്തിച്ചിരുന്നത്. തീർച്ചയായും എൻ്റെ സ്ഥലപരിമിതി ജനങ്ങളുടെ ആധിക്യം കൊണ്ട് പ്രയാസപ്പെടുന്നൊരു സമയം ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ച് നല്ല മനോഹരമായ ഒരു കെട്ടിടത്തിലേക്ക് വന്ന് സാധാരണക്കാർക്കും എല്ലാ ആളുകൾക്കും നല്ല രീതിയിൽ ഇടപാടുകൾ നടത്തി കൊണ്ടുപോകുന്നതിൽ നല്ല സഹായകരമാകും ഈ ബാങ്ക് എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എല്ലാ അർത്ഥത്തിലും ഈ ബാങ്കിനെ ഉദ്ഘാടന ചടങ്ങിന് ആശംസകൾ നേരുന്നു. വളാഞ്ചേരിയിലെ SBI ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആളുകൾക്കും, കർഷകരായാലും കൃഷിക്കാരായാലും എല്ലാ ജനവിഭാഗങ്ങൾക്കും ഏറെ ഗുണം ചെയ്യുന്ന ഒരു ബാങ്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു സൗകര്യം എല്ലാ തരത്തിലും നല്ല പുരോഗതി വരുത്തും എന്നുള്ളതിനാണ് എനിക്ക് പറയാനുള്ളത്. സന്തോഷകരമായിട്ടുള്ള കാര്യം എന്താണ് അത്, ഒന്ന് വളാഞ്ചേരിയിലെ ആ ഒരു തിരക്കിൽ നിന്ന് മാറി, നമുക്കറിയാം അവിടെ പാർക്കിംഗ് ചെയ്യാൻ പോലും ആളുകൾക്ക് സ്ഥലമില്ല. പിന്നെ അതുപോലെ ഒരു ബൈക്കാണെങ്കിൽ പോലും നിർത്തിയിടാൻ സൗകര്യങ്ങളില്ല. അപ്പോൾ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ബാങ്ക് എന്ന അർത്ഥത്തിൽ അതൊരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് ആളുകൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും സൗകര്യപ്രദമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താനും പറ്റിയൊരു ഏരിയയാണ് ഇത് എന്നത് ആളുകൾക്ക് നല്ല ഒരു കാര്യം തന്നെയാണ്, നല്ല സൗകര്യമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വാർഡിൽ ഒരുപാട് കടകളായിട്ടും ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു വർഷം 2 വർഷത്തിനുള്ളിൽ തന്നെ ഒരുപാട് ഷോപ്പിംഗ് കോംപ്ലക്സുകളായിട്ടും ഒക്കെ നിരവധി സ്ഥാപനങ്ങൾ ഈ ഒരു വാർഡിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ SBIയും കൂടെ വന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ വളാഞ്ചേരിയിലെ തന്നെ മിക്ക സൂപ്പർ മാർക്കറ്റുകളാണെങ്കിലും ബാങ്കുകളാണെങ്കിലും നമ്മുടെ വാർഡിലേക്ക് വരുന്നു എന്നത് നാടിൻ്റെയും നമ്മുടെ വളാഞ്ചേരിയുടെയും പ്രത്യേകിച്ച് എൻ്റെ വാർഡിൻ്റെയും കൂടെ ഒരു നേട്ടമായിട്ടും ഒരു വികസനത്തിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കുന്നു. അറിയാം, നമ്മുടെ ഇതിൻ്റെ ബാക്കിലായിട്ട് തന്നെ ഇപ്പോൾ ഒരു നമ്മുടെ വളാഞ്ചേരി നഗരസഭയും അതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പാർക്ക്, വയോജന പാർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവിടേക്കൊക്കെ ആളുകൾ നിരവധിയായിട്ട് വരുന്ന സായാഹ്നങ്ങളിലും ഒക്കെ വരുന്ന ഒരു പ്രദേശമാണല്ലോ. അപ്പോൾ അവിടെ വരുമ്പോഴും പിന്നെ ഈ ടൗണിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ATM
ഉപയോഗപ്പെടുത്താനും ദേശീയപാതയിലൂടെ പോകുന്ന ആളുകൾക്ക് നമുക്ക് പ്രധാനമായിട്ട് വാഹന സൗകര്യം എന്നുള്ളതാണ് ഏതിനും ഒരു ബേസിക് എന്ന് പറയാം. അപ്പോൾ അതുണ്ട് എന്നതുകൊണ്ട് തന്നെ ATM ഫെസിലിറ്റീസൊക്കെ ആളുകൾക്ക് വളരെ നല്ല രൂപത്തിൽ കിട്ടുന്നു എന്നത് എനിക്ക് തോന്നുന്നത് ഇത്രയും കാലത്തിനേക്കാൾ കൂടുതൽ SBIക്ക് നല്ല ഒരു ശാന്തമായിട്ടുള്ള ഒഴിഞ്ഞ ഒരു പ്രദേശമായിട്ട് ഒരു ഭാഗമായിട്ടാണ് അവരുടെ ഒരു ബ്രാഞ്ച് തുടങ്ങാൻ കിട്ടിയിട്ടുള്ളത്. എല്ലാവിധ ആശംസകൾ നേരുന്നു. ബാങ്കുകളെല്ലാം തന്നെ ഇടപാടുകാർക്ക് മെച്ചപ്പെട്ട സേവനം വർദ്ധിപ്പിക്കുക എന്ന രീതിയിൽ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് വളാഞ്ചേരിയിലെ SBI ശാഖ ദീർഘകാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിൽ നിന്നും മാറി ഇടപാടുകാർക്ക് കൂടുതൽ സൗകര്യം, വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയുള്ള ഒരു ശാഖയിലേക്ക് മാറുകയാണ്. ശ്രീ കാടാമ്പുഴ ദേവസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു പ്രധാന ബാങ്കിങ് പാർട്ണറാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഏറ്റവും നല്ല സേവനങ്ങളാണ് നിലവിൽ സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കാടാമ്പുഴ ദേവസ്ഥൻ്റെ എല്ലാവിധ കാര്യങ്ങളിലും സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ശാഖയും കൂടെയാണ്. ദീർഘകാലമായിട്ടുള്ള ഒരു ബാങ്കിങ് ബന്ധം ഞങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഇന്ന് മുതൽ പുതിയ ഈ കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തിക്കുന്ന ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഇനിയും ഭാവിയിലും എല്ലാവിധ ആശംസകളും കാടാമ്പുഴ ദേവസ്ഥൻ്റെ പേരിൽ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ചടങ്ങിൽ ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചതിനുള്ള നന്ദിയും അറിയിക്കുകയാണ്. ഏതൊരു സംരംഭമാണെങ്കിലും പാർക്കിംഗ് ആണ് ഒരു പ്രധാന വിഷയം. കാരണം ഇടപാടുകാർക്ക് മുൻപത്തെ കാലം പോലെയല്ല, ഈ പാർക്കിംഗ് സൗകര്യം എവിടെയുണ്ടോ അവിടെ അതിൻ്റെ ബിസിനസ് സ്വാഭാവികമായും വർദ്ധിക്കും. അപ്പം തന്നെ എല്ലാ കാലഘട്ടത്തിനനുസരിച്ചുള്ളൊരു മാറ്റം കൂടിയാണ്. അപ്പം ഈ പാർക്കിംഗ് സൗകര്യം എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു നല്ല ബാങ്കിങ് അനുഭവം ഈ ഒരു ഇതേപോലുള്ള പാർക്കിംഗ് സൗകര്യത്തോടു കൂടി വരുമ്പോൾ ഇടപാടുകാർക്ക് ഉണ്ടാവും എന്നതിൽ തീർച്ചയാണ്. ഏതായാലും ഇനി അവർക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.